വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. OET ലിസണിങ്ങിന്റെ പാർട്ട് സിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ലിസണിങ്ങിന്റെ പാർട്ട് സിയിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലൊരു ടൈപ്പാണ് ഒരാളുടെ ഇമോഷൻ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. സോ ഈ ഒരു ഓഡിയോ കേട്ട് എങ്ങനെയാണ് ഒരാളുടെ ഇമോഷൻ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. What did the athlete called Linda feel about having HA? HA എന്നതൊരു കണ്ടീഷനാണ്. ഹൈപ്പോതലാമിക് അമനോറിയ എന്നാണ് ഈ കണ്ടീഷന്റെ പേര്. ഓക്കെ, സോ ലിൻഡ എന്ന ഒരു അത്ലറ്റിന് HA വന്നു അല്ലെ. ആ വന്ന സമയത്ത് ലിൻഡയുടെ ഫീലിംഗ് എന്തായിരുന്നെന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഡിഡ് ദ അത്ലറ്റ് കോൾഡ് ലിൻഡ ഫീൽ അബൌട്ട് ഹാവിങ് HA? ലിൻഡയ്ക്ക് HA ഉണ്ടായിരുന്നപ്പോൾ ലിൻഡയുടെ ഫീലിംഗ് എന്തായിരുന്നു? സോ HA എന്ന് പറയുന്നത് ഹൈപ്പോതലാമിക് അമനോറിയ എന്നൊരു കണ്ടീഷനാണ്. ഓപ്ഷൻ എ, പസിൽഡ് അബൌട്ട് ദ സ്പെസിഫിക് കോസ് ഓഫ് ഇറ്റ്. എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് HAനെയാണ്. സോ HA വന്നതിൻ്റെ ഒരു പെർട്ടിക്കുലർ കാരണം എന്താണ് കോസ് എന്നുള്ളതിൽ പുള്ളിക്കാരത്തി പസിൽഡ് ആയിരുന്നു എന്നാണ്. പസിൽഡ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. കൺഫ്യൂസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് പസിൽഡിന് വരുന്നത്. സോ HA ഉണ്ടായത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിൽ ഷുവർ അല്ലായിരുന്നു ലിൻഡ, അൺഷുവർ ആയിരുന്നു. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഷി വാസ് റിലീവ്ഡ് ബിക്കോസ് ഇറ്റ് എയ്ഡഡ് ഹെർ പെർഫോമൻസ്. അതായത് എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാന്നാണ്. സോ ലിൻഡ ഒരു അത്ലറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ ലിൻഡയുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട്, അതായത് HA വന്നത്, ഹൈപ്പോതലാമിക് അമനോറിയ വന്നത് ലിൻഡയുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഷി വാസ് റിലീവ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സി ഓപ്ഷൻ, worried that it might cause infertility in later life. അതായത് അവളുടെ ഫ്യൂച്ചർ ലൈഫിൽ ഈ ഒരു HA വന്നത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുമോ എന്നുള്ളതിൽ വറീഡ് ആയിരുന്നു, കൺസേൺഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 3 ഇമോഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് കാര്യത്തിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യനും ഓപ്ഷൻസും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓഡിയോ കേട്ട് നോക്കാം. എന്താണ് ഓഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അതിനുശേഷം അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The response of one of my patients, I'll call her Linda, is representative of the demographic. Linda is a national youth champion runner, aged 16, whose mother advised her to come to me. Linda told me that when her period stopped, she was blasé because it simply didn't occur to her to think about any future problems with fertility. Why would she? For her, not having periods is actually a blessing, because she doesn't need to factor in monthly fall-off of race times. And it didn't cross her mind to delve into why it was happening, and whether it was happening to any of her classmates and fellow athletes. സോ നമ്മൾ ഓഡിയോ കേട്ടു. ഇനി എന്താണ് ഈ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്, ദ റെസ്പോൺസ് ഓഫ് വൺ ഓഫ് മൈ പേഷ്യൻസ്, ഐ കോൾ ഹെർ ലിൻഡ, ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡെമോഗ്രാഫിക്. ലിൻഡ ഈസ് എ നാഷണൽ യൂത്ത് ചാമ്പ്യൻ റണ്ണർ ഏജ്ഡ് 16 ഹൂസ് മദർ അഡ്വൈസ്ഡ് ഹെർ ടു കം ടു മീ. സോ ലിൻഡയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ലിൻഡ ടോൾഡ് മീ ദാറ്റ് വെൻ ഹെർ പീരിയഡ് സ്റ്റോപ്ഡ്, അതായത് അമനോറിയ വന്നപ്പോൾ അല്ലെ, ഹൈപ്പോതലാമിക് അമനോറിയ വന്നപ്പോൾ, വെൻ ഹെർ പീരിയഡ് സ്റ്റോപ്ഡ് ഷി വാസ് ബ്ലാസേ because it simply did not occur to her to think about any future problems with fertility. Why would she എന്നാണ് ചോദ്യം. ഓക്കെ, സോ ആദ്യത്തെ ഇമോഷൻ അവിടെ പറയുന്നുണ്ട്, ഷീ വാസ് ബ്ലാസേ. ബ്ലാസേ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ബ്ലാസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൺസേൺഡേ അല്ല എന്നാണ്, വറീഡേ അല്ല, ഒരു കാര്യത്തിനെ കുറിച്ച് കെയർ ചെയ്യുന്നേ ഇല്ല എന്നാണ്. സോ ഷീ ഡിഡ് നോട്ട് കെയർ അബൌട്ട് എന്താണ് ഫ്യൂച്ചറിൽ ഫെർട്ടിലിറ്റി വരുമോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഷി വാസ് ബ്ലാസേ, ഷി വാസ് അൺകൺസേൺഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വറീഡേ അല്ലായിരുന്നു. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൽ ഷി വാസ് വറീഡ് എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. നമ്മളുടെ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലാസേ എന്നാണ്. ബ്ലാസേ എന്ന് പറഞ്ഞാൽ വറീഡേ അല്ലായിരുന്നു എന്നാണ്. സോ സി ഓപ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബ്ലാസേ എന്ന് പറയുന്ന ഇമോഷന്റെ മീനിങ് അൺകൺസേൺഡ്, അൺകെയർഡ് എന്നൊക്കെയാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് വറീഡേ അല്ല, കൺസേൺഡേ അല്ല, അതിനെ കെയർ ചെയ്യുന്നേ ഇല്ല എന്നൊരു മീനിങ് ആണ് ബ്ലാസേക്കുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഫോർ ഹർ നോട്ട് ഹാവിങ് പീരിയഡ്സ് ഈസ് ആക്ച്വലി എ ബ്ലെസ്സിങ്. സോ അഗെയിൻ പീരിയഡ് ഇല്ലാഞ്ഞത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് പുള്ളിക്കാരത്തേക്ക് തോന്നിയത്. ബിക്കോസ് ഷീ ഡസൻറ്റ് നീഡ് ടു ഫാക്ടർ ഇൻ മന്ത്ലി ഫോൾ ഓഫ് റേസ് ടൈംസ്
എന്നാണ്. അപ്പം അതായത് പുള്ളിക്കാരത്തി ഒരു അത്ലറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം മന്ത്ലി ഒരു ഫോളോ ഓഫ് റേസ് ടൈംസിൽ ഒരു ഫോളോ ഓഫ് വേണ്ടി വന്നില്ല, അതുകൊണ്ടൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് അവൾക്ക് തോന്നിയത്. അതായത് അവളുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഷി വാസ് ഫീലിംഗ് ബ്ലെസ്ഡ് അല്ലേ. അതായത് റിലീവ്ഡിൻ്റെ ഒരു സിനോണിം ആയിട്ടാണ് അവിടെ ബ്ലെസ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം പെർഫോമൻസിനെ കാര്യമായിട്ട് നോർമലി മന്ത്ലി ഇത് ബാധിക്കും അല്ലേ. അപ്പം അത് ബാധിക്കാതിരുന്നത് കൊണ്ട് ഷീ ഫെൽറ്റ് റിലീവ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അടുത്തൊരു ഇമോഷൻ പറയുന്നത് ആൻഡ് ഇറ്റ് ഡിഡിൻറ്റ് ക്രോസ് ഹെർ മൈൻഡ് ടു ഡെൽവ് ഇൻ ടു വൈ ഇറ്റ് വാസ് ഹാപ്പനിങ്. അതായത് സ്പെസിഫിക് കോസ്, അതായത് എച്ച്എയുടെ ഒരു കാരണം, എന്തുകൊണ്ടാണ് എച്ച് എ ഉണ്ടാവുന്നത് എന്നുള്ളതിൽ പസിൽഡ് ആണെന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. പക്ഷേ ഓഡിയോയിൽ പറയുന്നത് ഇറ്റ് ഡിഡിൻറ്റ് ക്രോസ് ഹെർ മൈൻഡ് എന്നാണ്. അതായത് അങ്ങനെ ഒരു ചിന്ത അവളുടെ മൈൻഡിൽ പോയേ ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അവൾ അതിനെപ്പറ്റി ബോധരെ അല്ലായിരുന്നു എന്നാണ്. അപ്പം എ ഓപ്ഷൻ്റെയും ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പുള്ളിക്കാരത്തേക്ക് ഇത് വന്നതെന്നുള്ളതിൽ കൺഫ്യൂസ്ഡ് ആണെന്നോ അല്ലെങ്കിൽ ഇത് വന്നതിൻ്റെ കാരണം അറിയില്ല എന്നോ ഒന്നും അവിടെ പറയുന്നില്ല അല്ലേ. ഈ ഡിഡിൻ ക്രോസ് ഹെർ മൈൻഡ് എന്നാണ്. അതായത് അതിനെപ്പറ്റി വറീഡേ അല്ലായിരുന്നു, അതിനെപ്പറ്റി ചിന്തിച്ചേ ഇല്ലെന്നാണ് പറയുന്നത് അല്ലേ. ആൻഡ് വെദർ ഇറ്റ് വാസ് ഹാപ്പനിങ് ടു എനി ഓഫ് ഹെർ ക്ലാസ്മേറ്റ്, അവളുടെ ക്ലാസ്മേറ്റ്സിന് അത് വന്നോ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഫെല്ലോ അത്ലറ്റ്സിന് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും അങ്ങനെ ഒരു ചിന്തയെ അവളുടെ മൈൻഡിലൂടെ പോയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പസിൽഡും എടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഓഡിയോയിൽ നമ്മൾ കേട്ട ഇമോഷൻ അതേപോലെ പറയുന്നത് ഈ പീരിയഡ് വരാതിരുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തത്. കാരണം മന്ത്ലി ഈ ഒരു റേസ് ടൈംസിലുള്ളൊരു ഫോളോ ഓഫ് അവൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ നമ്മളുടെ ആൻസർ ഇവിടെ ബി ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 3 ഇമോഷൻ അല്ലെങ്കിൽ 3 ഓപ്ഷനെ കുറിച്ചും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫെർട്ടിലിറ്റി എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ റേസ് ടൈംസ്, അവളുടെ മന്ത്ലി പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്, വൈ ഇറ്റ് വാസ് ഹാപ്പനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസിന് ഡൗട്ട് വരാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ 3 ഇമോഷനും പറയുന്നുണ്ട്. ബ്ലാസെ പറയുന്നുണ്ട്, ബ്ലെസ്സിങ് പറയുന്നുണ്ട്, ഡിഡ് നോട്ട് ക്രോസ് ഹെർ മൈൻഡ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് 3ലും നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ് അതെങ്ങനെ സിനോണിംസ് യൂസ് ചെയ്ത് പറയാം, ആ സിനോണിംസ് കേൾക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആളുടെ ഫീലിംഗ് ഇമോഷൻസ് മനസ്സിലാക്കി എടുക്കേണ്ടത് ഓഡിയോയിൽ നിന്ന്. സോ ഇങ്ങനെയാണ് നമ്മൾ ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിൽ ഇമോഷണൽ റിയാക്ഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പലതരത്തിലുള്ള ഇമോഷൻസ് അറിഞ്ഞിരിക്കുക, അതിൻ്റെ സിനോണിംസ് അറിഞ്ഞിരിക്കുക, അത് കേൾക്കാൻ അത് മനസ്സിലാക്കാനും ഓഡിയോയിൽ നിന്ന് സാധിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് ഓഡിയോയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.